അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് നാം ആരംഭിച്ചത് ഫളായിലുൽ അഅ്മാൽ അഥവാ ഇബാദത്തുകളുടെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പറഞ്ഞാണ്. 40 ഹദീസുകൾ നാം അതിൽ പറഞ്ഞു. അതിനുശേഷം ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് മാത്രം 40 ഹദീസുകൾ പറഞ്ഞു. വീണ്ടും ഇനി ഫളായിലുൽ അഅ്മാൽ അമലുകളുടെ ശ്രേഷ്ഠതകളെക്കുറിച്ചുള്ള ഹദീസ് തുടരുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്ഖദ ഇംറഅതഹു. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല ഒരു വ്യക്തിക്ക് അനുഗ്രഹം ചൊരിയട്ടെ, റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ് വ്യക്തി? രാത്രി അദ്ദേഹം തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുന്നു. അദ്ദേഹം മാത്രമല്ല, വഅയ്ഖദ ഇംറഅതഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തുകയും ചെയ്യുന്നു. ഫഇൻ അബത്, ചിലപ്പോഴൊക്കെ ഭാര്യ ഉണരാൻ കൂട്ടാക്കൂല എങ്കിൽ നളഹ ഫീ വജ്ഹിഹൽ മാഅ, അവളുടെ മുഖത്തിൽ വെള്ളം തെറിപ്പിക്കും. അതുപോലെ തിരിച്ചും റഹിമല്ലാഹു ഇംറഅതൻ, ഒരു സ്ത്രീ രാത്രി നിന്ന് നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, തൻ്റെ ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു. ഭർത്താവ് ഉണർന്നില്ലെങ്കിൽ നളഹത് ഫീ വജ്ഹിഹിൽ മാ, അവൻ്റെ മുഖത്ത് വെള്ളം തെറിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഭാര്യയും ഭർത്താവിനും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഇവിടെ നാം ഇന്ന് പഠിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് പ്രത്യേകമായ റഹ്മത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയും സ്വയം നിസ്കരിച്ചാൽ പോരാ, കുടുംബത്തിലുള്ള അംഗങ്ങളൊക്കെ നിസ്കരിക്കണം, പ്രത്യേകിച്ചും ഭാര്യയും ഭർത്താവും നിസ്കരിക്കണമെന്ന വലിയൊരു മെസ്സേജാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നത്.